അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തുവർഷം 2026 ഈ ജൂൺ മാസത്തിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രേസ് TV എന്നുള്ള ഈ മഹത്വമായിട്ടുള്ള ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നമ്മൾ വചനങ്ങൾ കേൾക്കുമ്പോൾ, വചനങ്ങൾ പ്രാപിക്കുമ്പോൾ, അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്, വിശ്വാസ ജീവിതത്തിന് അത് ഒരു പൂരകമായിട്ട്, ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തീരുന്ന സന്ദർഭങ്ങളായിട്ടാണ് ഈ ശുശ്രൂഷയൊക്കെയും ആയിരിക്കുന്നത്. ബർജിൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള റോമൻ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഇങ്ങനെ ഒരു വാചകം എഴുതിയിരുന്നു: പുതിയൊരു മാനവികതയ്ക്ക് വേണ്ടി ലോകം ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതി. റോമൻ എഴുത്തുകാരൻ അങ്ങനെയാണ് എഴുതിയത്. അത് പുതിയൊരു മാനവികതയ്ക്ക് വേണ്ടി ലോകം ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മതങ്ങളും സംസ്കാരങ്ങളും ലോകം മുഴുവനും ഒരു പൂർണ്ണ മനുഷ്യന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഡയോജിനസ് എന്ന് പറയുന്ന ആ പ്രസിദ്ധനായിട്ടുള്ള ചിന്തകൻ, ഗ്രീക്കിൽ ജീവിച്ചിരുന്ന, അരിസ്റ്റോട്ടിൻ്റെയും സോക്രട്ടീസിൻ്റെയും പ്ലേറ്റോയുടെയും നാട്ടിൽ ജീവിച്ചിരുന്ന ഡയോജിനസ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം ചെയ്ത കാര്യം ഇതിനോടകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ഏതൻസിലൂടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ നട്ടാപ്പകല് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ആളുകളുടെ മുഖത്തോട് ചേർത്തിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു: ചിന്തക, എന്താണ് താങ്കൾ ഈ കാണിക്കുന്നത്, എന്താണ്? ഉടനെ അദ്ദേഹം ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: ഞാനൊരു പൂർണ്ണ മനുഷ്യനെ ഞാനിങ്ങനെ അന്വേഷിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്: എനിക്കൊരു പൂർണ്ണ മനുഷ്യനെ കാണുവാൻ തക്കൊന്നും സാധിച്ചില്ല. ഒരു പൂർണ്ണ മനുഷ്യനെ കാണുവാനുള്ള വ്യഗ്രത, താല്പര്യം ലോകത്തിനുണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ താളുകളിലൂടെ, ഗവേഷണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെ കാണുവാൻ തക്കൊന്നുമിടയായി തീരുന്ന ഒരു സന്ദർഭത്തിലാണ് തെയോസായിരുന്ന, ദൈവമായിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ആന്ത്രോപോസ്, മനുഷ്യനായിട്ട് വന്നു എന്ന് അത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കും. രണ്ട് വാക്കുകൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചു. ഒന്ന് തെയോസ് എന്നും വേറൊന്ന് ആന്ത്രോപോസ് എന്നും. തെയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ്, ആന്ത്രോപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ളതാണ്. അത് ഒരു ദൈവ മനുഷ്യനെ കാണുവാൻ, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആന്ത്രോപോസിനെ കാണുവാൻ ലോകത്തിന് ഇങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. റോമൻ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ, ഗ്രീക്ക് ഫിലോസഫി വായിക്കുമ്പോൾ, റോമൻ പാക്സിനായെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒക്കെയും അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലേക്ക് ജനിക്കുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ടായ പ്രതികരണങ്ങൾ വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ആ പ്രതികരണങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അന്ന് ആട്ടിടയന്മാർ കാവൽ കാത്ത് വെളിയിലായിരുന്നുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അന്ന് ആട്ടിടയന്മാർ കാവൽ കാത്ത് വെളിയിലായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവരെ ഒരു സംഘഗാനം, ഒരു പ്രഭാതമൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ആ നല്ല നിലാവെളിച്ചമുള്ള രാത്രിയിൽ നക്ഷത്രങ്ങൾ ചിമ്മി ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ അത് ദേശങ്ങൾ വ്യാപരിക്കുവാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ. വളരെ പ്രഭാതത്തിലാണ് അവിടെ അവർ കേൾക്കുന്ന ഒരു ശബ്ദം. എന്താണ് ആ ശബ്ദം? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. അതെ, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള ഒരു സന്തോഷം, ഒരു സുവാർത്ത, ഒരു ഗുഡ് ന്യൂസ് എന്നൊക്കെ പറയുന്ന അതെ, ആ വാർത്ത ഞാൻ നിങ്ങളോട് പറയുകയാണെന്നാണ് ദൂതൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയാണ് ആ ദൂതൻ പറയുന്നത്. സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷമായ ഗുഡ് ടിഡിങ്സ് ഓഫ് ഗ്രേറ്റ് ജോയ് എന്നാണ് അതിനെക്കുറിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന. ഗുഡ് ടിഡിങ്സ് ഓഫ് ഗ്രേറ്റ് ജോയ്, മഹാസന്തോഷമായ നല്ല വാർത്ത ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു എന്നൊരു ദൂതൻ ഇങ്ങനെ പറയുമ്പോൾ
മറ്റ് ദൂതന്മാർ ചേർന്ന് ഒരു സംഘഗാനമെന്ന് പറയുന്ന, സമൂഹഗാനമെന്ന് പറയുന്ന, സ്വർഗീയ ഗാനമെന്ന് പറയുന്ന ഒരു ഗാനത്തിൻ്റെ ഇരടികൾ അവർ ചേർന്ന് ഇങ്ങനെ പാടുകയാണ്. എന്താണ് അവർ പാടിയത്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അത് എല്ലാവരും ആ പാട്ടിൻ്റെ, ആ ഗാനത്തിൻ്റെ, ശ്രുതി മധുരമായ ഗാനത്തിൻ്റെ, ദൈവത്തിൻ്റെ ദൂതന്മാർ പാടിയ മനോഹരമായിട്ടുള്ള ഗാനത്തിൻ്റെ സത്ത എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. അതിൻ്റെ സാരാംശം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും അത് ഉൾക്കൊള്ളേണ്ടതാണ്. എന്താണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് അവർ സംഘഗാനമായി, സമൂഹഗാനമായി, സ്വർഗീയ ഗാനമായിട്ട് അവരെ പാടുന്നു. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞു വന്നത് എന്താണ്? യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള പ്രതികരണങ്ങൾ. ഇവിടെ അതിനുശേഷമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? ഇടയന്മാരെ ബന്ധപ്പെട്ട് യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുകയാണ്. അവരിങ്ങനെ പോവുകയാണ്, കാൽനടയായിട്ട് പോവുകയാണ്. യേശു ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ കർത്താവിനെ മറിയയുടെ കരങ്ങളിൽ, യോസഫ് ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ്, മറിയയുടെ കരങ്ങളിൽ ക്രിസ്തുവിനെ കാണുകയാണ്, യേശുവിനെ കാണുകയാണ്. യേശുവിൻ്റെ മുൻപിൽ അവർ വാസ്തവത്തിൽ ആരാധന അർപ്പിക്കുകയാണ്. കൺകുളിർക്ക് ക്രിസ്തുവിനെ അവർ കാണുകയാണ്. ആരെയാണ് അവർ കാണുന്നത്? ആരെയാണ്? തെയോസായിരുന്നവൻ ആന്ത്രോപ്പോസായിട്ട് വന്ന, ആന്ത്രോപ്പോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, മനുഷ്യൻ എന്ന് മാത്രമല്ല പറയേണ്ടത്, പൂർണ്ണ മനുഷ്യൻ, പെർഫെക്റ്റ് ആന്ത്രോപ്പോസ്, പൂർണ്ണ മനുഷ്യനായ ക്രിസ്തുവിനെ അവരിങ്ങനെ കാണുമ്പോൾ അവർ കൺകുളിർക്കെ ഇങ്ങനെ കാണുകയാണ്. അവരെ അനുഗ്രഹമായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം ഭൂമിയിൽ അനുഗ്രഹിച്ച് നൽകി തന്നിരിക്കുന്ന ക്രിസ്തുവിനെ അവരിങ്ങനെ കാണുകയാണ്. മാർക്ക് ലൗറി എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ഒരു ക്രിസ്മസ് ഗായകനുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ അമ്മ മറിയുടെ കരങ്ങളിൽ കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഭാവനയിൽ മാർക്ക് ലൗറി വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം ഇങ്ങനെ എഴുതി രചിച്ച് പാടുവാനിടയായി തീർന്നു. ക്രിസ്മസ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, ലോകത്തിലെല്ലാം ആ ഗാനത്തിൻ്റെ ഇരടികൾ ഇങ്ങനെ ഉയരാറുണ്ട് ക്രിസ്മസ് ഗാനമായിട്ട്. മാർക്ക് ലൗറി എഴുതിയ പ്രസിദ്ധമായിട്ടുള്ള ഗാനത്തിൽ എന്താണ് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ. എന്താണ് നമ്മൾ കേൾക്കുന്നത്? മാർക്ക് ലൗറി മറിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഭാവനയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, മേരി ഡിഡ് യു നോ യുവർ ബേബി ബോൺ? മറിയേ, നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്, മേരി ഡിഡ് യു നോ യുവർ ബേബി ബോൺ? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കൈക്കുഞ്ഞ് ആരാണെന്ന് നിനക്കറിയാമോ എന്ന് ഭാവനയിൽ മാർക്ക് ലൗറി മറിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അതിൻ്റെ ചരണങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്താണ് മാർക്ക് ലൗറി അതിൻ്റെ ചരണങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ മറിയോട് ചോദിക്കുകയാണ്, മറിയേ, നിനക്കറിയാമോ നിന്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കുഞ്ഞാകുമെന്ന്? കുരുടന്മാർക്ക് അതേ കാഴ്ച കൊടുക്കുന്ന ഒരാളായി തീരുമെന്ന്, ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന ഒരാളായി തീരുമെന്ന്. മേരി ഡിഡ് യു നോ യുവർ ബേബി ബോൺ? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കൈക്കുഞ്ഞ് അത് പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാണെന്ന് നീ അറിയുന്നുവോ? മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നും രാജാക്കന്മാരുടെ രാജാവായിട്ട് വരുമെന്നും മാർക്ക് ലൗറി ചോദിക്കുകയാണ്, മേരി ഡിഡ് യു നോ യുവർ ബേബി ബോൺ? നിന്റെ കയ്യിലിരിക്കുന്ന ഈ കൈക്കുഞ്ഞ് ഇങ്ങനെയാകുമെന്ന് നീ അറിഞ്ഞിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്? നമ്മളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്താണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്? ക്രിസ്തുവിനോടൊപ്പം എന്നാണ് നമ്മളുടെ അതേ സന്ദേശങ്ങളുടെ ആകെ ഹെഡിങ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ക്രിസ്തുവിനോടൊപ്പം എന്നുള്ളതാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട യേശുവിനെ നമ്മളിങ്ങനെ കാണുന്ന ഒരു പ്രതീകമായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അതിനുശേഷമായിട്ട് പിന്നെ നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആണ് ക്രിസ്തു ഇറങ്ങി വന്നു. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. ഇമാജിനേഷൻ അല്ല, ഭാവനയിൽ
നമ്മളിങ്ങനെ ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങളും ചില വ്യക്തിത്വങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളതൊന്നുമല്ല. ക്രിസ്തു യാഥാർത്ഥ്യമായിട്ട് ലോകത്തിൽ ജനിച്ചതായിരുന്നു. സൂട്ടോണിയസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ, റോമൻ ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് പോലെ, അതുപോലെ ടാസിറ്റസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ, ജോസീഫസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ, പ്ലിനി എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതിയിരിക്കുന്ന എഴുത്തുകൾ പോലെ വിശുദ്ധ ബൈബിൾ അല്ലാതെ തന്നെ, സുവിശേഷങ്ങളല്ലാതെ, സുവിശേഷങ്ങൾ മതി യേശുവിൻ്റെ ചരിത്രം പഠിക്കുവാൻ, വിശ്വസിക്കാൻ സുവിശേഷം മാത്രം മതി. എന്നാൽ ഇങ്ങനെയുള്ള റോമൻ ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് പോലെ ഹിസ്റ്ററി ഈസ് ഹിസ്റ്റോറി. ഞാൻ പറയട്ടെ, നിർത്തി പറയട്ടെ, ഹിസ്റ്ററി ഈസ് ഹിസ്റ്റോറി. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം ചരിത്രമാണെന്ന് പറയത്തക്കവണ്ണം അത് ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് ക്രിസ്തു ഇങ്ങനെ ജനിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് 100% യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിനോട് ചേർന്ന യേശുക്രിസ്തുവിൻ്റെ ആ ജനനത്തെക്കുറിച്ച് ഓർക്കുവാൻ ഈ ഗ്രേസ് TV-യിലൂടെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് ഞാനിങ്ങനെ വരികയാണ്. ഇടയന്മാരുടെ പ്രതികരണങ്ങൾ അവിടെ നമ്മൾ കണ്ടു. അതിനുശേഷമായിട്ട് വിദ്വാൻമാരുടെ പ്രതികരണങ്ങൾ മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ ഹേരോദാവ് രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ആരായിരുന്നു? ഗവർണറായിരുന്നു. ഗവർണർ എന്ന് പറയുമ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള യഹൂദിയിലെ ഗവർണറായിരുന്നു. നമ്മളുടെ മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു മനുഷ്യനായിരുന്നു, രാജാവായിരുന്നു ഹേരോദാവ് എന്ന് പറയുന്ന ആള്. ഹേരോദാവ് കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതുവഴി ഇതാ കടന്നു വരുന്നു 3 വിദ്വാൻമാരിങ്ങനെ വരികയാണ്. ആ വിദ്വാൻമാർ വന്നിട്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നതിന് എവിടെയെന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അവിടെ ആ കൊട്ടാരത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പുരോഹിതന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെയുമുണ്ട്. അവരെ വിളിച്ചു വരുത്തി, രാജാവ് വിളിച്ചു വരുത്തി, ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിദ്വാൻമാര് ഇങ്ങനെ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ വാർത്ത അറിഞ്ഞുകൊണ്ട് ഹേരോദാവിൻ്റെ പ്രതികരണം അത് ചിന്തിക്കണം. ഹേരോദാവിൻ്റെ പ്രതികരണം, ഹേരോദാവ് വാസ്തവത്തിൽ വിരുദ്ധമായിട്ടുള്ള നിലയിലാണ് പ്രതികരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. ഒന്ന് സാധാരണ പ്രതികരണം എന്ന് പറയുന്ന ഒരു പ്രതികരണങ്ങൾ, താങ്കൾ ആരായിരുന്നാലും, ആസ്തികനായാലും നാസ്തികനായിരുന്നാലും ചരിത്രത്തിൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. ചരിത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ സാധാരണ പ്രതികരണം ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി ചെയ്യാതെ ഒരു മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാളെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ, നിങ്ങളുടെ വാഹനം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ, നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കുമ്പോൾ, നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഡേറ്റ് എഴുതുക എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഡേറ്റ് നിങ്ങൾ എഴുതുമ്പോൾ സാധാരണ പ്രതികരണത്തിൽ നമ്മൾ വന്നു ചേരുകയാണ്. അങ്ങനെ പ്രതികരിക്കാതെ ലോകത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ലോകത്തിലുള്ള 850 കോടി ജനങ്ങൾക്ക് സാധാരണ ക്രിസ്തുവിനോടുള്ള പ്രതികരണം സാധാരണ പ്രതികരണമെന്നാണ് പറയുന്നത്. സാധാരണ പ്രതികരണമില്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, താങ്കളാരായിരുന്നാലും അതെ, കർത്താവിനോട് നമുക്കൊരു സാധാരണ പ്രതികരണങ്ങളുണ്ട്. എന്നാൽ ചില ആളുകൾ എതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ആളുകൾ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ഹേരോദാവ് എതിരായിട്ട് പ്രതികരിച്ചതിൻ്റെ ഒരു ബാക്കി ഭാഗമായിട്ടാണ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുവാൻ ആ രാജാവ് പ്രഖ്യാപനം നടത്തിയെന്ന് നമ്മൾ കാണുന്നു. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ മരിക്കുമ്പോൾ, അവയെ വിലാപങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, ആ 2 വയസ്സുള്ള ആ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്തു ഉണ്ടാകാം എന്ന് ഈ മനുഷ്യൻ അങ്ങ് ചിന്തിച്ചു പോയി. ആ മനുഷ്യൻ അങ്ങനെ അറിയാതെ ചിന്തിച്ചു പോയി. തെറ്റായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. എല്ലാ ചിന്താഗതികളൊന്നും അത് വാസ്തവമായിട്ട് തീരുകയില്ലെന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്.
എതിരായിട്ട് പ്രതികരിച്ചു. എന്നാൽ വിദ്വാൻമാരെ അനുകൂലമായിട്ട് പ്രതികരിച്ചത് കൊണ്ടാണ് അവരിങ്ങനെ പോകുകയാണ്. അവര് വന്ന വഴികൾ, അവർ വന്ന മുള്ളുമുരുട് മൂർഖൻ പാമ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ, താഴ്വരകളിലൂടെ, പർവ്വതങ്ങളിലൂടെ, ഇടനാഴികളിലൂടെ ഒക്കെയുമാണ് അവർ കടന്നു വന്നത്. KP കേശവമേനോൻ എന്ന് പറയുന്ന പ്രസിദ്ധ എഴുത്തുകാരൻ യേശുദേവൻ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം, ചിന്തകനായിരുന്നു, ചരിത്രകാരനായിരുന്നു. അദ്ദേഹം എഴുതിയ മനോഹരമായിട്ടുള്ളൊരു ഗ്രന്ഥം യേശുദേവൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്നാവാം വിദ്വാൻമാര്, ഒരാൾ ഇന്ത്യയിൽ നിന്നാവാം എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ പറയുകയാണ്, എവിടുന്നെങ്കിലും ആയിക്കൊള്ളട്ടെ. 3 വിദ്വാൻമാരിങ്ങനെ വരികയാണ്. അവർ വന്ന യേശുവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വന്നു മകർന്നിനടുക്കൽ ഭക്തിയോടെ, പൊന്നുമൂരു കുന്തുരുക്കം കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്ന ധന്യർ സന്നമിച്ചു ഘോഷിക്കുന്നിതാ നിസംഗമായി. സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, നികിഷ്ടമാ കിടപ്പ് കണ്ടു ഞാൻ നമിക്കുന്നേ. സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. വിദ്വാൻമാരിങ്ങനെ വരികയാണ്. അവർ ഒബ്സ്റ്റക്കിൾസ്, പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് വരികയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത്, ചില പ്രതിസന്ധികൾ ഉണ്ടായേക്കാം. അതിനെ കവർ ചെയ്തുകൊണ്ടിങ്ങനെ വരികയാണ്. അവരൊരു ദർശനത്തിൻ്റെ ബാക്കി ഭാഗമായിട്ട് വരികയാണ്. വിഷയൻ ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ വരികയാണ്. പ്രതികൂലങ്ങളെ തരണം ചെയ്തുകൊണ്ട് വരികയാണ്. ഒരു ദർശനത്തോടുകൂടി അവരിങ്ങനെ വരികയാണ്. അവരിങ്ങനെ വരുന്ന പാതകൾ പുറകോട്ട് നമ്മൾ നോക്കിക്കേ. അവർ വന്ന പാതകൾ അവരെ അറേബ്യ നാട്ടിൽ നിന്ന് വന്നെന്ന് പറയുന്നു. അത് KP കേശവന്റെ പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകളിൽ ഇന്ത്യയിൽ നിന്നാവാം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നു. അവരങ്ങനെ കടന്നു വന്നിട്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ പൊന്ന് മൂര് കുന്തിരുക്കം കാഴ്ചവെച്ചു എന്ന് മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. പൊന്ന് മൂര് കുന്തിരുക്കം. എൻ്റെ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു രാജാവാണെന്ന്, പ്രവാചകനാണെന്ന്, യേശു ക്രിസ്തു അതേ പുരോഹിതനാണെന്ന്, പ്രവാചകനാണെന്ന്, രാജാവാണെന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന വിദ്വാൻമാരെ നമ്മൾ കാണുമ്പോൾ, അതിനുശേഷമായിട്ട് ഒരു ഭാഗം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണമേ, ഒന്ന് ശ്രദ്ധിക്കണമേ. യേശുവിനെ വീണ് നമസ്കരിച്ചതിന് ശേഷം അവർ വേറെ വഴിയായിട്ട് ഇങ്ങനെ കടന്നു പോകുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, 2-ാം അധ്യായത്തിൽ പറയും, അവർ വേറെ വഴിയായിട്ട് ഇങ്ങനെ കടന്നുപോയി. യേശുവിനെ കണ്ടതിന് ശേഷമുള്ള യാത്ര അത് വേറെ വഴിയാണ്, അത് പുതുവഴിയാണ്, സിയോനിലേക്കുള്ള വഴികളാണ്. ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ, യേശുവിനോട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ നമുക്ക് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന മഹാഭാഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.